എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മരങ്ങൾ നട്ട മനുഷ്യൻ. ആൽപ്സ് പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെ വരണ്ടുണങ്ങിയ വിജനമായ ഒരു മരുപ്രദേശം മുഴുവൻ വിത്തുനട്ട് കാടാക്കി മാറ്റിയ ഒരു ആട്ടിടയനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പുറംചട്ടയാണിത്. മരങ്ങൾ നട്ട ആരെക്കുറിച്ചെങ്കിലും ഒരു കഥ പറയാമോ? ജൂലിയ, മരത്തെ രക്ഷിച്ച പെൺകുട്ടി. കാലിഫോർണിയയിൽ 1800 വർഷം പഴക്കമുള്ള ഒരു മരമുത്തശ്ശി ഉണ്ടായിരുന്നു. 200 അടി ഉയരവും 14 അടി വ്യാസവുമുള്ള ഈ മരം മുറിച്ചു മാറ്റാൻ അവിടുത്തെ ഒരു മരക്കമ്പനി തീരുമാനിച്ചു. ഇതിനെതിരെ ശക്തമായ സമരം ചെയ്ത പെൺകുട്ടിയാണ് ജൂലിയ. 1997 ഡിസംബർ 10 മുതൽ 1999 ഡിസംബർ 18 വരെ 2 വർഷക്കാലം മരത്തിൽ സമരപ്പന്തൽ കെട്ടി സമരം ചെയ്തു. ഹെലികോപ്റ്റർ താഴ്ത്തിപ്പറത്തി ശക്തമായ ലൈറ്റടിച്ചും മറ്റും മരക്കമ്പനിക്കാർ ജൂലിയുടെ സമരത്തെ ശക്തമായി നേരിട്ടു. ശക്തമായ മഞ്ഞുവീഴ്ച, മഴ തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയെപ്പോലും അതിജീവിച്ച ജൂലിയ ഒടുവിൽ വിജയിക്കുകയും മരമുത്തശ്ശിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല. അതിൽ നിന്ന് മാറി ജീവിക്കാൻ ഒരിക്കലും ജീവജാലങ്ങൾക്കാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയാണ് എല്ലാ അറിവുകളും മനുഷ്യന് ലഭിച്ചത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ജലം, വായു, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നുണ്ട് എന്നാണ് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ആത്രേയ പരമ്പരയിലെ ഗുരുവിൻ്റെ ഒരു കഥയുണ്ട്. വർഷങ്ങളായുള്ള പഠനം കഴിഞ്ഞ് ശിഷ്യന്മാരെല്ലാം യാത്ര പറഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. ഗുരു എല്ലാവർക്കും ബിരുദങ്ങൾ നൽകി. എന്നാൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു ശിഷ്യൻ മാത്രം ഗുരുവിനെ ചുറ്റിപ്പറ്റി നിന്നു. അവനോട് എന്തു വേണമെന്ന് ഗുരു ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു, വർഷങ്ങളായി ഞാൻ അങ്ങയുടെ കീഴിൽ വിദ്യ അഭ്യസിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള അറിവുകളും അങ്ങ് ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതിനാൽ എന്തെങ്കിലും ഒരു സമ്മാനം അങ്ങേക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അതു കേട്ട ഗുരു ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ഉപദേശിച്ചു, ഞാൻ വൃദ്ധനായി ഏതു നിമിഷവും മരിച്ചു പോവുകയും ചെയ്യാം. എനിക്ക് എന്തിനാണ് ഒരു ഗുരുദക്ഷിണ? ഏതായാലും നീ അങ്ങനെ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. നീ എവിടെയെങ്കിലും പോയി ആർക്കും ഉപകാരമില്ലാത്ത ഒരു ചെടി പറിച്ചു കൊണ്ടുവരിക. അതു കേട്ട ശിഷ്യൻ സന്തോഷത്തോടെ കാട്ടിലേക്ക് പോയി. എന്നാൽ മാസങ്ങളോളം അലഞ്ഞു നടന്നിട്ടും ആർക്കും ഉപകാരപ്പെടാത്ത ഒരു പുൽക്കൊടി പോലും പറിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. ശൂന്യമായ കൈകളോടെ അവൻ തിരിച്ചു വന്നു. നിശബ്ദനായി തല താഴ്ത്തി നിന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആർക്കും ഉപകാരപ്പെടാത്തതായി ഒരു ചെടി പോലും ഇല്ല എന്ന് നീ കണ്ടെത്തിയല്ലോ. അറിവാണ് ഏറ്റവും വലുത്. അതാകട്ടെ എനിക്കുള്ള സമ്മാനം. ശിഷ്യൻ സന്തോഷത്തോടെ ഗുരുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പ്രകൃതിയിൽ ഗുണമില്ലാത്തതായി ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൃക്ഷങ്ങൾ. അതുകൊണ്ടാണ് മരം ഒരു വരമാണെന്നും ഒരു തൈ നടുമ്പോൾ ഒരു പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നതെന്നും മലയാളത്തിൻ്റെ പ്രിയ കവി ONV പാടിയത്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർ നിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, പല തൈ നടുന്നു, പല തണൽ നടുന്നു. വിശ്വത്തെ ഏറ്റവും വലിയ പാഠശാലയായി കാണണം. പുഴകളും കുന്നുകളും വനങ്ങളും ചെടികളും പൂക്കളും കടലുമെല്ലാം അതുപോലെ സംരക്ഷിക്കണം. പ്രകൃതിയോട് സ്നേഹവും കരുണയും കാണിക്കണം. നന്മ നിറഞ്ഞ നമ്മുടെ മനസ്സിന് കൂട്ടായി എന്നും പ്രകൃതിയുണ്ടാകും. പ്രകൃതി നമ്മുടെ അമ്മയാണ്, ബന്ധുവാണ്, കുടുംബമാണ്.
ബാലചന്ദ്രൻ എൻ്റെ അനുജൻ്റെ മകനാണ്. കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടുമെല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും. ഏതോ ഒരു വലിയ ശാസ്ത്രതത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു പ്രധാന വാർത്തയിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഓടി വന്ന് കൈക്ക് പിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, "വല്യച്ഛ, ആ മരത്തിൻ്റെ പേരെന്താണ്?" ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയ ഒരു ഇലവുമരം തോട്ടത്തിലെ നടപ്പാതയുടെ നടുവിലായി വളർന്നു വരുന്നതാണ്. ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയതെന്ന് ഞാൻ ആദ്യം സംശയിച്ചു. അത് ശരിയല്ല. ആ ചെറിയ മരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത്. പിറ്റേ ദിവസം മുതൽ കാലത്തും വൈകുന്നേരവും അവൻ തന്നെ പോയി അതിന് വെള്ളമൊഴിക്കും. എത്രത്തോളം വളരുന്നുവെന്ന് ദിവസവും പോയി നോക്കും. ഇലവുവൃക്ഷം വളരെ വേഗത്തിൽ വളർന്നു പൊങ്ങുന്നു. എന്നിട്ടും ബാലചന്ദ്രൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിന് വളരാൻ കഴിയുന്നില്ല. കുറേശ്ശെ ഇലകളും കൊമ്പുകളും വന്ന് 2-3 അടി പൊക്കം വച്ചപ്പോൾ അവൻ്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം. അല്പം അകന്നു നിന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ കൂടെ അവൻ പറയും, "ഹാ, എന്തു ഭംഗിയുള്ള മരം." കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ ഇലവുമരം കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ട് നിൽക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, "അത് ശരി, അത് വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം." ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി. അവൻ സങ്കടപ്പെട്ടു പറഞ്ഞു, "എന്തു കഷ്ടമാണ് വല്യച്ഛ, ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ കാലു പിടിച്ചപേക്ഷിക്കുകയാണ്." "കുഞ്ഞേ, നീ പറയുന്നത് ശരിയല്ല. ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത്. വളർന്നു വലുതായാൽ അതിൻ്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി 4 ചുറ്റും പറന്നു നടക്കും. അതെല്ലാവർക്കും ശല്യമായി തീരും." എൻ്റെ അടുത്ത് കാര്യം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ വല്യമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. വല്യമ്മയ്ക്ക് മക്കളില്ല, അവന് അമ്മയുമില്ല. അതുകൊണ്ട് വല്യമ്മയുടെ മകനായിട്ടാണ് അവൻ ഇവിടെ വളരുന്നത്. അവരുടെ മടിയിൽ കയറി കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു, "വല്യമ്മേ, വല്യച്ഛനോട് പറയണം ആ ഇലവുമരം വെട്ടിക്കളയരുതെന്ന്." പണി ഏതായാലും പറ്റി. വല്യമ്മ വല്യച്ഛനെ വിളിച്ച് ആജ്ഞാപിച്ചു, "ഹേ കേട്ടോ, ആ ഇലവുമരം വെട്ടിക്കളയരുത്, അതവിടെ നിൽക്കട്ടെ." മരം വെട്ടിയില്ല. അതവിടെ തന്നെ കുറേ നാൾ കൂടി നിന്നു. ബാലചന്ദ്രൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു. അനുജൻ്റെ ഭാര്യ മരിക്കുമ്പോൾ ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു. അവൾ മരിച്ചതോടുകൂടി ദുഃഖം സഹിക്കാനാവാതെ അനുജൻ സ്ഥലം വിട്ടുപോവാൻ തീർച്ചപ്പെടുത്തി. എൻജിനീയറിംഗ് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്കാണ് പോയത്. അന്നു മുതൽ അവൻ്റെ കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് വല്യമ്മയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു. 10 കൊല്ലം കഴിഞ്ഞ് അനുജൻ മടങ്ങി വന്നു. ബാലചന്ദ്രനെയും ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അതിൻ്റെ പ്രാരംഭമായി പരിശീലനത്തിനു വേണ്ടി കുറേ നാൾ അവനെ സിംലയിൽ താമസിപ്പിക്കണം. അതുകഴിഞ്ഞ് ലണ്ടനിലേക്ക് കപ്പൽ കയറും. വല്യമ്മയുടെ അടുത്തു നിന്ന് വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ അവൻ്റെ അച്ഛനോടുകൂടി സിംലയ്ക്ക് പോയത്. അവൻ്റെ വേർപാടോടെ ഞങ്ങളുടെ വീട് ഉറങ്ങിപ്പോയി. ഇലവുമരം വീണ്ടും വളർന്നു വലുതായി. അതിൻ്റെ കായ്കൾ വിളഞ്ഞു പൊട്ടി 4 ചുറ്റും പഞ്ഞി പറന്നു. എല്ലാവർക്കും അതൊരു ഉപദ്രവമായി തീർന്നു. പോകുന്നവരും വരുന്നവരുമെല്ലാം ഇതെന്തിനിങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കും. ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അത് വെട്ടിമുറിച്ച് കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവൻ്റെ വല്യമ്മയ്ക്ക് കിട്ടി. സ്വന്തം കൈപ്പടയിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തയച്ചു തരണം. ഇതാണ് കത്തിലെ ഉള്ളടക്കം. ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പായി
വല്യമ്മയുടെ അടുത്തു വന്ന് യാത്ര ചോദിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഇലവുമരവും ഒന്ന് കാണണം. രണ്ടും സാധിച്ചില്ല. അതുകൊണ്ടാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടി ബിലാത്തിക്ക് കൊണ്ടുപോകണം. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഹാ കേട്ടോ, ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവരണം, ഇപ്പോൾ തന്നെ വേണം. ഞാൻ ചോദിച്ചു, എന്തിന്? ബാലചന്ദ്രൻ്റെ കത്ത് വായിച്ചു നോക്കുന്നതിന് വേണ്ടി. അവൾ എൻ്റെ കൈവശം തന്നു. കത്ത് വായിച്ച ശേഷം ഞാൻ പറഞ്ഞു, ഓ, ആ ഇലവുമരം മുറിച്ചു കളഞ്ഞിട്ട് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു. അവൻ്റെ വല്യമ്മ 2 ദിവസം ആഹാരം കഴിച്ചില്ല. കുറേ ദിവസത്തേക്ക് എന്നോട് ഒന്നും മിണ്ടിയതുമില്ല. ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ കയ്യിൽ എടുത്തുകൊണ്ടുവന്ന ദിവസവും തൻ്റെ അടുത്തു നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ദിവസവും അവൾ ഓർത്തിട്ടുണ്ടാവാം. അന്ന് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ വല്യച്ഛൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ജീവിതം മുഴുവൻ അവൾക്ക് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണിവ. അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു. വായിക്കാം, കണ്ടെത്താം. വല്യച്ഛൻ എന്തു പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇലവുമരം വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം എന്ന് കേട്ടപ്പോഴാണ് ബാലചന്ദ്രൻ ഞെട്ടിപ്പോയത്. അവന് ഇലവുമരം അത്രമാത്രം ഇഷ്ടമായിരുന്നു. അതിൽ ഓരോ ഇലയും തളിരിടുന്നത് കണ്ട് അവൻ സന്തോഷിച്ചിരുന്നു. അവൻ ഇലവുമരം സ്വന്തം കൂട്ടുകാരനായാണ് കണ്ടിരുന്നത്. അതിനാൽ അത് വെട്ടിക്കളയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ബാലചന്ദ്രന് സാധിച്ചിരുന്നില്ല. വല്യച്ഛൻ ഇലവുമരം മുറിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ട്? ഇലവുമരം വഴിയുടെ നടുവിലാണ് നിന്നിരുന്നത്. വളർന്നു വലുതായാൽ അതിൻ്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി 4 പാടും പറന്നു നടക്കും. അതെല്ലാവർക്കും ശല്യമായി തീരും. അതുകൊണ്ടാണ് ഇലവുമരം മുറിക്കാൻ വല്യച്ഛൻ തീരുമാനിച്ചത്. തൻ്റെ ജീവിത ലക്ഷ്യം തകർന്നു പോയതായി വല്യമ്മയ്ക്ക് തോന്നാൻ കാരണമെന്ത്? മക്കളില്ലാത്ത വല്യമ്മ ബാലചന്ദ്രനെ സ്വന്തം മകനായിട്ടാണ് വളർത്തിയത്. അവർ തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ വല്യമ്മയുടെ അടുത്ത് നിന്ന് നിർബന്ധപൂർവം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർക്ക് ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല. ഇപ്പോൾ ബാലചന്ദ്രൻ്റെ വല്യച്ഛൻ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഇലവുമരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ആ മരം സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ബാലചന്ദ്രൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു വല്യമ്മയുടെ ജീവിത ലക്ഷ്യം. അതിന് കഴിയാതിരുന്നത് അവരുടെ മനസ്സിനെ തകർത്തു. ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഇലവുമരവും ബാലചന്ദ്രനും വളർന്നത് എന്നതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് പാഠഭാഗത്തുള്ളത് കണ്ടെത്തി എഴുതുക. വല്യമ്മ സ്വന്തം മകനായിട്ടാണ് ബാലചന്ദ്രനെ കണ്ടിരുന്നത്. ബാലചന്ദ്രൻ വളർത്തിക്കൊണ്ടുവന്ന ഇലവുമരത്തെ അവനെ പോലെ തന്നെ വല്യമ്മ സ്നേഹിച്ചിരുന്നു. ഇലവുമരം വെട്ടിക്കളയരുതെന്ന അവൻ്റെ ആഗ്രഹം വല്യമ്മയാണ് സാധിച്ചു കൊടുത്തത്. അച്ഛനോടൊപ്പം സിംലയ്ക്ക് പോയപ്പോൾ ഇലവുമരം വല്യമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പ് വല്യമ്മയോട് യാത്ര പറയണമെന്നും ഇലവുമരം ഒന്ന് കാണണമെന്നും അവൻ ആഗ്രഹിച്ചിരുന്നു. രണ്ടും സാധിച്ചില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുത്തയക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടത്. ഇലവുമരം മുളപൊട്ടി വളരുന്നതിൻ്റെ ആനന്ദം ബാലചന്ദ്രൻ ആസ്വദിക്കുന്നത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയല്ലോ. അത് അവതരിപ്പിക്കുന്നതിന് കഥാകാരൻ ഉപയോഗിച്ച സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തൂ. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിന് ഇലകൾ വന്നപ്പോൾ അവനുണ്ടായത്. വളർന്നു വലുതായ ഇലവുമരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറയും, ഹാ, എന്ത് ഭംഗിയുള്ള മരം. കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നത് പോലെ. ബാലചന്ദ്രൻ്റെ എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് നിങ്ങളെ ഏറെ ആകർഷിച്ചത്? അവ എഴുതി നോക്കൂ. പ്രകൃതി സ്നേഹം, കൂടപ്പിറപ്പിനെ പോലെ ഇലവുമരത്തെ സ്നേഹിക്കുന്നു, മുതിർന്നവരോടുള്ള സ്നേഹവും ബഹുമാനവും, നിരീക്ഷണ ബുദ്ധി, കഥയിലെ പ്രധാന കഥാപാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബാലൻ. കുട്ടിക്കാലത്തു തന്നെ അവനിൽ പ്രകൃതി സ്നേഹം നിറഞ്ഞിരുന്നു. ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൽ സൗന്ദര്യം കണ്ടെത്താൻ അവന് സാധിക്കുന്നു. ഇലവുമരത്തിൽ ഓരോ ഇല വരുമ്പോഴും അവൻ സന്തോഷിക്കുന്നു. ഇലവുമരം വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവനുണ്ടായ ഞെട്ടൽ
മരത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവുമുള്ള കുട്ടിയാണ് ബാലചന്ദ്രൻ. അവൻ വല്യമ്മയെ അമ്മയായി സ്നേഹിക്കുന്നു. എല്ലാ ദുഃഖവും സന്തോഷവും അവൻ വല്യമ്മയുമായി പങ്കിടുന്നു. അച്ഛനോടൊപ്പം സിംലയിലേക്ക് പോകുമ്പോൾ തൻ്റെ ഇലവുമരത്തെ വല്യമ്മയെ ഏൽപ്പിച്ചാണ് അവൻ പോകുന്നത്. വളർന്നു യുവാവായിട്ടും അവന് വല്യമ്മയോടും ഇലവുമരത്തോടുമുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാമോ? എന്ത് കഷ്ടമാണ് വല്യച്ഛ, ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. കുഞ്ഞെ, നീ പറയുന്നത് ശരിയല്ല. ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത്. വളർന്നു വലുതായാൽ അതിൻ്റെ കായ്കൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാലു ചുറ്റും പറന്നു നടക്കും. അതെല്ലാവർക്കും ശല്യമായി തീരും. വല്യമ്മേ, വല്യച്ഛനോട് പറയണം ആ ഇലവുമരം വെട്ടിക്കളയരുതെന്ന്. ഹേ കേട്ടോ, ആ ഇലവുമരം വെട്ടിക്കളയരുത്, അതവിടെ നിൽക്കട്ടെ. ആദ്യത്തെ സംഭാഷണം ഒരു കുട്ടിയുടെ അപേക്ഷയാണ്. അഭാവത്തിൽ വേണം സംഭാഷണം അവതരിപ്പിക്കാൻ. രണ്ടാമത്തെ സംഭാഷണ ഭാഗത്ത് ആധികാരികതയുടെ സ്വഭാവമുണ്ട്. ഒരു കാര്യത്തിൻ്റെ വസ്തുതാപരമായ വിലയിരുത്തലാണിവിടെ. അങ്ങനെ തന്നെ അവതരിപ്പിക്കണം. മൂന്നാമത്തെ സംഭാഷണത്തിൽ ബാലചന്ദ്രൻ തൻ്റെ കാര്യം സാധിക്കുന്നതിനു വേണ്ടി വല്യമ്മയുടെ സഹായം തേടുകയാണ്. വല്യമ്മ വല്യച്ഛനോട് പറഞ്ഞ് കാര്യം സാധിച്ചു തരും എന്ന ഉറച്ച വിശ്വാസം അവനുണ്ട്. അതുകൊണ്ട് ഇവിടെ അല്പം ശാഠ്യം കൂടി സ്വരത്തിന് വരുത്താം. നാലാമത്തെ സംഭാഷണത്തിൽ ഒരു നിർദ്ദേശമാണ് നടക്കുന്നത്. അതായത് ഉപദേശ രൂപത്തിൽ വേണം ഈ സംഭാഷണ ഭാഗം അവതരിപ്പിക്കാൻ. കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവൻ്റെ വല്യമ്മയ്ക്ക് കിട്ടി. ഇലവുമരത്തിൻ്റെ കാര്യം കൂടാതെ ബാലചന്ദ്രന് വല്യമ്മയോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയാനുണ്ടാവുക? കത്തെഴുതി നോക്കൂ. സിംല, 4/6/2021. പ്രിയപ്പെട്ട വല്യമ്മയ്ക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വല്യച്ഛന് സുഖമല്ലേ? നിങ്ങളെയെല്ലാം പിരിഞ്ഞതിൻ്റെ സങ്കടം ഇനിയും തീർന്നില്ല. നമ്മുടെ വീടും തോട്ടവും കിളികളും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ഇലവുമരം എന്നെപ്പോലെ വലുതായി കാണും അല്ലേ? അത് കായ്ച്ചോ? വല്യച്ഛൻ അവനെ വെട്ടുന്ന കാര്യം വല്ലതും പറഞ്ഞോ? വല്യമ്മേ, സമ്മതിക്കല്ലേ. എനിക്ക് പകരമായി എന്നും വല്യമ്മയുടെ കൂടെ അവനുണ്ടാകും. എന്നെപ്പോലെ അവനെയും സ്നേഹിക്കണേ. വല്യമ്മേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ബിലാത്തിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. വീണ്ടും അടുത്ത കത്തിൽ കാണാം. സ്നേഹപൂർവ്വം വല്യമ്മയുടെ ബാലൻ. ഒരു മരം വെട്ടുന്ന കാര്യത്തിനപ്പുറം ഈ പാഠഭാഗം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചതെങ്ങനെ? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതി നോക്കൂ. ബാലചന്ദ്രനും ഇലവുമരവുമായുള്ള ബന്ധത്തിലൂടെ പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് ടാഗോർ അവതരിപ്പിച്ചത്. മരങ്ങളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം മനുഷ്യൻ്റെ ചങ്ങാതികളാണ്. അവയെ സ്നേഹത്തോടെ പരിപാലിക്കണം. നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു തരുന്നത് മരങ്ങളാണ്. മരങ്ങളില്ലെങ്കിൽ നമ്മളും ഇല്ലാതാകും.